ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് വൈറ്റ് സോസ് പാസ്ത എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മക്രോണി പോലെ കുറേ മസാലകൾ എരിവും പുളിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഇത് നമ്മൾ പാൽ കൊണ്ടൊരു സോസ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഇതുപോലെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലത്തെ ഓപ്ഷൻസ് ആയ ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പാസ്തയാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അതിനൊരു 4 കപ്പ് ഏകദേശം 4 കപ്പ് വെള്ളം വേണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാസ്ത തന്നെ ഒരുപാട് വേവുള്ള പാസ്ത ഉണ്ടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് വേവുന്നുണ്ടാവും. ഇത് ഒരുപാട് വേവുള്ള പാസ്തയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പും ഒരുപാട് രീതിയിലുള്ളതായിട്ടുള്ള പാസ്തകൾ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം പാസ്ത കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുക്കാവേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 90% കുക്കായാൽ മതി. ഇതിപ്പോൾ കറക്റ്റ് വേവാണ്. നമുക്കിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് സോസിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് അങ്ങ് ഇതിൻ്റെ ഷേപ്പൊക്കെ നഷ്ടമാവും. ഞാൻ ഇതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി. നമ്മളെപ്പോഴും പാസ്ത ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഈ ഒരു നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കും എല്ലാവരും. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ സൈസ് സവാള ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, കുറച്ച് ക്യാരറ്റും അതുപോലെ കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ ബീൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഗ്രീൻ പീസ് ഇപ്പോഴും ഞാൻ ചേർത്തിട്ടില്ല. ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഒരിക്കലും ഈ ഉണക്ക ടൈപ്പ് ഗ്രീൻ പീസിന് ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് പെട്ടെന്നൊന്ന് വേവുന്ന ടൈപ്പ് അല്ലല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഇനി ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ നന്നായിട്ട് കുക്കാവും. ഒരുപാട് വെന്തോടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു 3/4 ഭാഗം കുക്കായാൽ മതി. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനാവശ്യത്തിന് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മളിതിൽ പച്ചമുളകോ മുളക് പൊടിയൊന്നും ചേർക്കില്ല. ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് വറ്റൽമുളകിനെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് ഒറിഗാനോ ആണ്. ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഒറിഗാനോ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
ഒരുപാട് എരിവും പുളിയുള്ള ഒരു റെസിപ്പിയൊന്നുമല്ല ഇത്. നമ്മുടെ കേരള ഡിഷ് പോലെയൊന്നുമല്ല. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു നല്ല ഡിഷാണ്. അതുപോലെ തന്നെ ഇത് ചൂടോട് കൂടിയാണ് നമ്മളിത് സോസ് ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനിയാണ് നമ്മുടെ വൈറ്റ് സോസ് പാസ്തയുടെ വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. കാരണം ഞാനൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഈ മൈദ കട്ട പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഈ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് നേരം മുമ്പേ സോസിൽ മിക്സ് ചെയ്ത് വെക്കുന്നതിനേക്കാളും നല്ലത് നമുക്കിത് ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഞാൻ ഒരു വലിയൊരു പാനിലേക്ക് ഇവിടെ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ബട്ടറിന് 2 ടേബിൾ സ്പൂൺ മൈദ എന്ന കണക്കാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണിലും കുറച്ച് കുറവാണ് മൈദ എടുക്കാറ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കട്ട കെട്ടാതെ നല്ല ഒരുപാട് അങ്ങ് തിക്കാവില്ല സോസ്. കട്ട കെട്ടാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ 2 ടേബിൾ സ്പൂണ് ബട്ടർ എടുക്കുക. ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സോസ് റെസിപ്പി. ഇനി അതൊന്ന് മെൽട്ടാകുമ്പോൾ ഞാൻ കുറച്ച് ഗാർലിക്, അതായത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മൈദ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു കട്ടകളൊക്കെ പോയി കിട്ടണം. നല്ല സ്മൂത്തായിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ സോസ് നല്ല പെർഫെക്റ്റ് സോസായിട്ട് മാറും. അതുപോലെ തന്നെ ഈ ഒരു കളറിലേക്ക് മാറണം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് മാറുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് തിള വരുന്ന ടൈമിൽ നല്ല തിക്കായിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ചുകൂടി ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചേർത്തതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാസ്ത, വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 1-2 മിനിറ്റ് പാസ്ത ഇതിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് കുക്കായി വരും. അതുപോലെ പാസ്ത ഈ ഒരു ക്രീം നന്നായിട്ട് തന്നെ അബ്സോർബ് ചെയ്യും ഈ ഒരു സോസ്. അതുകൊണ്ട് കുറച്ചധികം സോസ് ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളിത് ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു പാസ്ത തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു സോസ് ക്രീമി ആയിട്ട് കിടക്കില്ല. ഇത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെർവ് ചെയ്യുന്ന ടൈമിൽ സോസ് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയായ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ റിപ്ലൈ തരാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.